തിരുപ്പിറവിയുടെ കാലഘട്ടത്തിൽ മാത്രം നാം കണ്ടുവരുന്ന സുന്ദരങ്ങളായ ചില പ്രതീകങ്ങളുണ്ട്. മറ്റവസരങ്ങളിലൊന്നും ഈ പ്രതീകങ്ങൾ സാധാരണഗതിയിൽ പ്രത്യക്ഷപ്പെടാറില്ല. നക്ഷത്രം ഉദാഹരണമാണ്. നാം ആ ക്രിസ്മസിൻ്റെ കാലയളവിൽ മാത്രമാണ് നക്ഷത്രം ഭവനങ്ങളിലും ദേവാലയങ്ങളിലുമൊക്കെ അലങ്കാരമായി ഇടുക. പുൽത്തൊഴുത്ത്, യേശുവിനെ ജന്മം എടുക്കുവാൻ തയ്യാറാക്കുന്ന ആ പുൽത്തൊഴുത്ത് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ് സഭയിൽ പരമ്പരാഗതമായി ഈ പുൽത്തൊഴുത്ത് ഒരുക്കുന്ന പാരമ്പര്യം തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നു. മറ്റൊന്ന്, ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ക്രിസ്മസ് പപ്പ. അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ അർത്ഥം പകരുമ്പോൾ ഈ ആഘോഷത്തിന് കൂടുതൽ മികവ് കടന്നു വരുന്നു. നമുക്ക് ഈ പ്രതീകങ്ങളെപ്പറ്റി ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കാം. കാരണം ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ തിരുപ്പിറവി തരുന്ന സമാധാനവും സന്തോഷവും സൗഭാഗ്യവുമെല്ലാം വേണമല്ലോ. നാം കാണുന്ന ഏറ്റവും ആദ്യത്തെ, അല്ലെങ്കിൽ വിചിന്തനത്തിനെടുക്കാവുന്ന ഏറ്റവും ആദ്യത്തെ പ്രതീകം ഈ ക്രിസ്മസ് പപ്പയാണ്, സാന്താക്ലോസ്. എനിക്ക് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ, ഈ ക്രിസ്മസ് കാലഘട്ടം മുതൽ ഒരു സാന്താക്ലോസ് ആയിത്തീരാനാകുമോ? അതാണ് ആദ്യത്തേത്. പുരാതന മീറ പട്ടണത്തിൽ പണ്ടൊരിക്കൽ ഒരു കുടുംബം താമസിച്ചിരുന്നത്രേ. അതികഠിനമായ തണുപ്പ് കാലത്ത് ആ കുടുംബത്തിലെ കുടുംബനാഥൻ ആകെ അസ്വസ്ഥനായി. കാരണം തൻ്റെ ഭാര്യയെയും 4 പെൺമക്കളെയും സംരക്ഷിക്കുവാൻ, പോറ്റി പുലർത്തുവാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ലാതായി. അങ്ങനെ സാമ്പത്തിക ക്ലേശം കൊണ്ട് ആകെ ഞെരുങ്ങുവാൻ തുടങ്ങി. മക്കൾക്ക് എങ്ങനെ ആഹാരം കൊടുക്കും? അവരെ എങ്ങനെ പരിചരിക്കും? ആ കുടുംബനാഥൻ ഏറെ അസ്വസ്ഥതപ്പെട്ടു. അങ്ങനെ ഈ കുടുംബത്തിൻ്റെ പ്രയാസവും പരിദേവനങ്ങളും മനസ്സിലാക്കിയ സാന്താക്ലോസ് ഒരു വെള്ള സോക്സിൽ ഏതാനും സ്വർണ്ണ നാണയങ്ങൾ ഇട്ടിട്ട് അവരുടെ വീടിൻ്റെ വരാന്തയിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ട് കടന്നുപോയത്രേ. അടുത്ത പ്രഭാതത്തിൽ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവർ ആ വെളുത്ത സോക്സ് കണ്ടു. വെളുത്ത സോക്സിനകത്ത് സ്വർണ്ണ നാണയങ്ങളും കണ്ടു. അവർ ആകെ അത്ഭുതപ്പെട്ടു, ഇതെവിടെ നിന്ന് വന്നുവെന്ന്. അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവം തന്ന ഈ വിശിഷ്ട ദാനം അവർ ഉപയോഗിച്ച് അവരുടെ ഭക്ഷണത്തിനും മറ്റു ചിലവുകൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ ആഴ്ചകളോ മാസങ്ങളോ കടന്നുപോയി. വീണ്ടും പ്രയാസമായി, ശൈത്യം കൂടുതൽ കഠിനമാകാൻ തുടങ്ങി. അങ്ങനെ ഈ കുടുംബം ആകെ പ്രയാസപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ മറ്റൊരു ദിവസം ഇതാ ഈ സാന്താക്ലോസ് അവരുടെ വീടിൻ്റെ ഭവനത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. പണ്ട് നൽകിയതുപോലെ തന്നെ മറ്റൊരു സോക്സിൽ, വെള്ള സോക്സിൽ ഏതാനും സ്വർണ്ണ നാണയങ്ങൾ ഇട്ടിട്ട് അവരുടെ വരാന്തയിൽ ഉപേക്ഷിച്ച് പോകുവാൻ തുടങ്ങി. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആ കുടുംബനാഥൻ ഈ കാൽപ്പെരുമാറ്റമൊക്കെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, ഈ സാന്താക്ലോസ് തങ്ങളെ സഹായിക്കുവാൻ, തങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ ബുദ്ധിമുട്ടുകളുടെ പ്രയാസങ്ങളുടെ അവസരത്തിൽ തങ്ങൾക്കൊരാശ്വാസമായി കടന്നു വന്നാണ്. കുടുംബനാഥൻ ഓടിച്ചെന്ന് അയാളെ നിറകണ്ണുകളോടുകൂടെ ആലിംഗനം ചെയ്ത് നന്ദി പറഞ്ഞു, തങ്ങളുടെ ഈ വിഷമാവസ്ഥയിൽ സഹായിച്ചതിന്.
എന്നാൽ സാന്താക്ലോസ് പറഞ്ഞു, താങ്കൾ ഈ കാര്യം പുറത്തൊന്നും പറയരുത്, ആരോടും ഇത് എന്നെപ്പറ്റി പറയരുത്, ഇത് രഹസ്യമായി വെക്കണം. പക്ഷെ നന്മ എങ്ങനെ രഹസ്യമായി സൂക്ഷിക്കാൻ? സാവധാനം, എവിടെ നന്മയുണ്ടോ, എവിടെ മറ്റുള്ളവർക്ക് സഹായം ലഭിക്കുന്നുവോ, ആർക്ക് സമ്മാനം ലഭിക്കുന്നുവോ, അതെല്ലാം സാന്താക്ലോസിൻ്റെ പ്രത്യേകമായ നന്മയുടെ ഭാഗമായിട്ട് വരുന്നതായി പ്രചരിക്കുവാൻ തുടങ്ങി. ഇപ്പോഴത്തെ ടർക്കിയിലാണെന്ന് പറയുന്നു ഈ മീറ എന്ന പട്ടണം. ഏതായാലും ചരിത്രത്തിൽ സാന്താക്ലോസ് ഇടം പിടിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് ആശ്വാസകനായി, മറ്റുള്ളവരുടെ വിഷമാവസ്ഥയിൽ, നൊമ്പരാവസ്ഥയിൽ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കിരണവുമായി കടന്നു വരുന്ന ഒരു ദൈവത്തിൻ്റെ രൂപമായിട്ടാണ്. വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ ഒരു എഴുത്തുകാരൻ വാഷിങ്ടൺ ഇർവിങ് 1880കളിലാണ് ബുക്ക് ഹിസ്റ്ററി എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ ഈ സാന്താക്ലോസിനെ പറ്റിയുള്ള വിവരണം നാം ഇന്ന് പരമ്പരാഗതമായി കാണുന്ന ആ രൂപം തന്നെയാണ്. പൊക്കം കുറഞ്ഞ് വലിയ കുടവേറുള്ള ഭംഗിയുള്ള ചുവപ്പ് കോട്ടിട്ട നീണ്ട താടിയുള്ള മഴമാനുകൾ, റെയിൻഡിയർ നയിക്കുന്ന തേരിൽ സഞ്ചരിക്കുന്ന ഒരു കാരണവർ. എന്നാൽ സ്നേഹത്തിൻ്റെ പ്രതിരൂപം, ആഹ്ലാദത്തിൻ്റെ, മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന ഒരു വ്യക്തിയുടെ ആൾരൂപം. ന്യൂയോർക്കിലെ സെമിനറിയിൽ പ്രൊഫസറായിരുന്ന ക്ലെമൻ ക്ലാർക്ക് 56 വരികളുള്ള ഒരു കവിത രചിച്ചിട്ടുണ്ട്. അത് ഈ സാന്താക്ലോസിനെ പറ്റിയാണ്. എല്ലാവർക്കും ആശ്വാസം പകരുന്ന വ്യക്തി, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന വ്യക്തി. സാന്താക്ലോസിൻ്റെ വരവിന് വേണ്ടി ജനം കാത്തിരിക്കുമത്രേ. അപ്പോൾ ഈ സാന്താക്ലോസ് എന്ന പ്രതീകം ഈ ക്രിസ്മസ് കാലഘട്ടത്തിലും വരുമ്പോഴും നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ട ചിന്ത ഇതാണ്: എനിക്കെങ്ങനെ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾക്ക്, എന്നോടൊപ്പം വസിക്കുന്ന വ്യക്തികൾക്ക്, എന്നോടൊപ്പം പ്രവർത്തിക്കുന്നവർക്ക്, എൻ്റെ ഇടവക ജനങ്ങൾക്ക്, എൻ്റെ സമൂഹത്തിലെ മറ്റുള്ള വ്യക്തികൾക്ക് സന്തോഷവും ആഹ്ലാദവും ആശ്വാസവും ഒക്കെ പ്രദാനം ചെയ്യുവാനാകും. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ എനിക്ക് ഒരു സാന്താക്ലോസ് ആയിത്തീരാനാകുമോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ യേശുനാഥൻ പറഞ്ഞ ആ അവസാന വിധിയുടെ ഉപമയുണ്ട്. അവിടെ മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടൊപ്പം മഹത്വത്തിൽ എഴുന്നള്ളി വരുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും എന്ന് രേഖപ്പെടുത്തുന്നു. അവിടെ ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിക്കുന്നത് പോലെ നീതിമാന്മാരെയും നീതിരഹിതരെയും രണ്ടു വശത്ത് നിർത്തും. അവസാനം നാം പലപ്പോഴും വായിച്ചിട്ടുള്ള ആ ഉപമയുടെ ഭാഗത്തിലെ വാക്യം ഏറെ ശ്രദ്ധേയമാണ്: എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മറ്റുള്ളവർക്ക് ആശ്വാസമാകുമ്പോൾ, മറ്റുള്ളവർക്ക് സന്തോഷവും സൗഭാഗ്യവും പകർന്നു കൊടുക്കുവാൻ നാം ജീവിതം സമർപ്പിതമാകുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ കടന്നു വരിക. അവിടെ നാം ചെയ്തു കൊടുക്കുക യേശുവിന് തന്നെയാണ്. അവരിൽ ജീവിക്കുന്ന യേശുവിന് ആശ്വാസം കൊടുക്കുമ്പോൾ ജീവിതം കൂടുതൽ വിശ്വാസത്തിൻ്റെ ശക്തി, അതിൻ്റെ കരുത്ത് നമുക്ക് അനുഭവവേദ്യമാകുവാനും ഇടയാകും. മദർ തെരേസ ഉദാഹരണമായി HIV AIDS രോഗബാധിതനെ പറ്റി പറഞ്ഞത്, ഞാൻ ആ വ്യക്തിയിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ കാണുന്നുവെന്നാണ്. എ പേഴ്സൺ ലിവിങ് വിത്ത് HIV and AIDS ഈസ് ജീസസ്. ഹൗ ക്യാൻ ഐ സേ നോ ടു ഹിം എന്ന് പറയുന്നു. ക്രിസ്തു, സജീവനായ ക്രിസ്തു ആ വ്യക്തിയിൽ കണ്ട് മുട്ടുമ്പോൾ ആ മനുഷ്യന് ആശ്വാസമേകുക. സമൂഹത്തിൽ വ്യഥയനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയും ആ വ്യക്തിയിൽ കുടികൊള്ളുന്ന ദൈവത്തെ കണ്ടുമുട്ടാനും ആ വ്യക്തിക്ക് ആശ്വാസമേകുവാനും നമുക്ക് സാധിക്കണം. കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം
27 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചു കേൾക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അംഗങ്ങളാണ് സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും. അവനും അവൾക്കും നൽകുന്ന അവർക്കും നൽകുന്ന സഹായം, ആശ്വാസം, കാരുണ്യം, അത് യഥാർത്ഥത്തിൽ അവരിൽ കുടികൊള്ളുന്ന ദൈവത്തിനാണ് നാം യഥാർത്ഥമായി ചെയ്യുക. ഒരു സാന്താക്ലോസായി ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ മാറും, ഇനി മുതൽ ആയിത്തീരും എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ മറ്റുള്ളവർക്ക് ആശ്വാസവും സമാധാനവും ശാന്തിയും നൽകുന്ന വ്യക്തിയായി എനിക്ക് മാറുവാൻ സാധിക്കുമോ എന്നതാണ് ആദ്യത്തെ ചിന്ത. രണ്ടാമതായി, ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ മാത്രം കാണുന്ന ഒരു പ്രതീകമാണ് നക്ഷത്രം, സ്റ്റാർ. ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ മുന്നോടിയായി അല്ലെങ്കിൽ ജനനത്തിൻ്റെ അടയാളമായിട്ട് കാണുന്നതാണ് ഈ സ്റ്റാർ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിച്ചു കേൾക്കുന്നു, നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. നക്ഷത്രം എന്നും സന്തോഷത്തിൻ്റെ, ദൈവിക സാമീപ്യത്തിൻ്റെ, ദൈവിക അനുഭവത്തിൻ്റെ പ്രതീകം കൂടെയാണ്. യേശു പിറക്കുമ്പോൾ പാതിരാത്രിയിൽ പകൽ വെളിച്ചം കടന്നു വരുന്നു. ഇസ്രായേലിലെ പുൽമേട്ടുകളിൽ ആടുകളെ മേയ്ച്ചിരുന്ന ഇടയന്മാർ ഈ ശോഭ അവർ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായി. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം കാണുന്നു, ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നക്ഷത്രം നമുക്ക് തരിക. ക്രിസ്തുവിന് മഹത്വമില്ലാതാകുമ്പോൾ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ അവിടെ അന്ധകാരമായി മാറുന്നു. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ മരിക്കുമ്പോൾ ഹൃദയത്തിൽ അന്ധകാരം സ്വാഭാവികമായും കടന്നു വരും. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 44 മുതലുള്ള വാക്യത്തിൽ ഈ യാഥാർത്ഥ്യം സുവിശേഷകൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂർ ആയിരുന്നു. 9-ാം മണിക്കൂർ വരെ ഭൂമിയിൽ അന്ധകാരം വ്യാപിച്ചു. സൂര്യൻ ഇരുണ്ടു. ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറി. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇതു പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. യേശു മരിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ അന്ധകാരമാകുന്നു. യേശു നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ ഹൃദയത്തിൽ അന്ധകാരം നിറയുന്നു, ഇരുൾ വ്യാപിക്കുന്നു. യേശുവിൻ്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നതാണ് ഈ നക്ഷത്രം. ഇന്ന് മറ്റുള്ളവർക്ക് സാന്ത്വനത്തിൻ്റെ വെളിച്ചമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസിൻ്റെ ആ ശോഭ നമ്മുടെയും നമ്മുടെ പരിസരത്തും കടന്നു വരിക. എനിക്ക് ഈ ക്രിസ്മസ് കാലഘട്ടം ഓർമ്മയിൽ നൽകുന്നത് ഒരു നക്ഷത്രമായി മാറുവാനാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന നക്ഷത്രം, മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിക്കുന്ന ഒരു വെളിച്ചം, മറ്റുള്ളവർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി മാറുന്ന ഒരു നക്ഷത്രത്തിൻ്റെ സാന്നിധ്യം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. താൻ ജീവിച്ചിരുന്ന കാലയളവിൽ തനിക്ക് തന്നെ സമീപിച്ചിരുന്ന വ്യക്തികൾക്ക് ആശ്വാസത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ പ്രകാശമായി മാറി ക്രിസ്തു. പാപിനിയായ മറിയം മഗ്ദലേന, അവളുടെ ജീവിതത്തിൽ അന്ധകാരമായിരുന്നു. അവൾക്ക് ആശ്വാസത്തിൻ്റെ പുതിയ വെളിച്ചം പകർന്നു കൊടുക്കുക യേശുവിൻ്റെ ആ സ്നേഹ സാന്നിധ്യമാണ്. അവളുടെ ജീവിതം പഴയ നിഴലുകളിൽ നിന്ന് മാറി പുതിയ ഒരു പ്രകാശത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചുവിടുവാൻ ഇടയായി. സക്കേവൂസ്
ആ മനുഷ്യനും യേശുവിനെ ഒരു നോക്ക് കാണുവാൻ, ഒരു വേള ഒന്ന് ആ ദർശന സൗഭാഗ്യം ലഭിക്കുവാനുള്ള ആഗ്രഹത്തിലാണ് സിക്കമോർ മരത്തിൽ കയറിയിരുന്നത്. എന്നാൽ ആ മനുഷ്യന് തൻ്റെ ആഗ്രഹത്തിന് അപ്പുറമുള്ള പ്രകാശത്തിൻ്റെ അനുഭവം ഉണ്ടായി. രക്ഷ കൈവന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് ക്രിസ്തു പറയുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത്, തന്നെ സമീപിച്ചിരുന്ന എല്ലാ വ്യക്തികൾക്കും ഈ സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ വെളിച്ചം അവർക്ക് ലഭ്യമായി. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഇതേ വാക്യം പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന പ്രതിവാദ്യമാണ്. അവിടെ ക്രിസ്തു പറയുക, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണെന്ന്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം. ഒരു കാര്യം ബൈബിൾ പണ്ഡിതന്മാർ ഈ 2 വാക്യങ്ങളും താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ പറയുക, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറയുമ്പോഴും നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് വ്യക്തമാക്കുമ്പോഴും ഉപയോഗിക്കുന്ന ആ പദം, ഗ്രീക്കിലെ പദം ഒന്നു തന്നെയാണ്, ഫോസ്. ഈ ഫോസ് എന്ന വാക്കിൽ നിന്നാണ് ഫോട്ടോസിന്തസിസ്, ഫോട്ടോകോപ്പി, ഫോട്ടോഫോബിയ ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം, ഫോട്ടോഗ്രഫി, ഇതെല്ലാം ആധുനിക കാലഘട്ടത്തിൽ വരിക. എന്തുകൊണ്ട് ക്രിസ്തു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറയുമ്പോഴും നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് സൂചിപ്പിക്കുമ്പോഴും ഒരേ പദം തന്നെ ഉപയോഗിക്കുന്നു? അർത്ഥമിതാണ്, എപ്രകാരം യേശു തന്നെ സമീപിച്ചിരുന്ന വ്യക്തികൾക്ക്, തന്നോടൊപ്പം കഴിഞ്ഞിരുന്ന വ്യക്തികൾക്ക് സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ പ്രകാശമായി മാറിയോ, അതുപോലെ ഇന്ന് നാം ആയിരിക്കുന്ന കാലഘട്ടത്തിൽ, നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രകാശമായി മാറണം. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മുടെ വിചിന്തനങ്ങളിലേക്ക് വരേണ്ടത്, എനിക്ക് മറ്റുള്ളവർക്ക് ആശ്വാസത്തിൻ്റെ സാന്നിധ്യമാകുന്ന, ദൈവത്തിൻ്റെ വിശുദ്ധ സാമീപ്യം വിളിച്ചറിയിക്കുന്ന ഒരു നക്ഷത്രമായി മാറുവാൻ സാധിക്കുമോ? രണ്ടാമത്തെ പ്രത്യേകമായ ചിന്ത അതായിരിക്കണം. ഈ കാലഘട്ടം മുതൽ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ ഒരു നക്ഷത്രമായി മറ്റുള്ളവർക്ക് സ്നേഹ സാന്നിധ്യം നൽകുന്ന, സാന്ത്വന വെളിച്ചം പകർന്നു കൊടുക്കുന്ന ഒരു നക്ഷത്രമായി എനിക്ക് തീരാനാകുമോ? മൂന്നാമത്തെ പ്രതീകം പുൽത്തൊഴുത്താണ്. യേശു ജനിച്ച സ്ഥലം. അവർക്ക് സത്രത്തിൽ സ്ഥലം കിട്ടിയില്ല. തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ ജന്മമേകുവാൻ പരിശുദ്ധ കന്യകാമറിയവും വളർത്തുപിതാവ് വിശുദ്ധ ഔസേപ്പും അവസാനം കണ്ടെത്തുന്നത് കാലിത്തൊഴുത്തിൽ. ഇന്ന് യേശുവിന് ജന്മമെടുക്കുവാൻ, യേശുവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം ഒരു പുൽത്തൊട്ടിയാകുവാൻ സാധിക്കുമോ? അതാണ് നാം ചിന്തിക്കേണ്ട. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മാത്രം കടന്നു വരുന്ന പ്രതീകങ്ങളിലൊന്നായ ഈ പുൽത്തൊട്ടി നമ്മെ ഓർമ്മിപ്പിക്കുക. യേശുവിനെ ലോകത്തിൽ അവതരിപ്പിക്കുവാൻ, യേശുവിനെ മറ്റുള്ളവരുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുവാൻ എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം ഒരു പുൽത്തൊട്ടിയായി മാറ്റുവാൻ സാധിക്കുമോ? നാം നേരത്തെ കണ്ട അതേ സുവിശേഷ ഭാഗം, ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം, സക്കേവൂസിനോട് കർത്താവ് ആവശ്യപ്പെടുക, സക്കേവൂസ്, എനിക്ക് ഇന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആഗ്രഹം അതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ അവിടത്തേക്ക് വന്നു വസിക്കുവാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ ആഗ്രഹം ഇതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഹൃദയത്തിൽ വന്ന് കുടികൊള്ളുവാൻ അവിടത്തേക്ക് ആഗ്രഹമുണ്ട്. നമ്മിലൂടെ ഇന്ന് പ്രവർത്തിക്കുവാൻ അവിടത്തേക്ക് അഭിവാഞ്ഛയുണ്ട്. കാരണം ഈ കൈകളും, ഈ ഹൃദയവും, ഈ കണ്ണുകളും എല്ലാം ക്രിസ്തുവിൻ്റെ കൈയും ഹൃദയവും കണ്ണുകളുമാകണം. മറ്റുള്ളവർക്ക് ആശ്വാസത്തിനായി എൻ്റെ ഈ കൈയിൻ്റെ തലോടൽ ആവശ്യമുണ്ട്. അത് ക്രിസ്തുവിൻ്റെ തലോടലായി തീരണം. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ എൻ്റെ ഈ ഹൃദയത്തിൻ്റെ ആവശ്യമുണ്ട്. അതിലൂടെയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം കടന്നു ചെല്ലുക. നമ്മുടെ ജീവിതം വഴി ക്രിസ്തു ജനിക്കുവാനുള്ള, ക്രിസ്തുവിനെ അവതരിക്കുവാനുള്ള ഒരു പുൽത്തൊട്ടിയായി മാറണം.
ടാഗോറിൻ്റെ പ്രസിദ്ധമായ ഗീതാഞ്ജലിയുടെ 49-ാം ശ്ലോകം വളരെയേറെ ശ്രദ്ധേയമാണ്. ദൈവമേ, അങ്ങ് ഈ ചെറിയ കുടിലിൻ്റെ മുൻപിൽ അങ്ങ് വന്ന് നിൽക്കുന്നു. ഈ കൂടാരവാതിക്കൽ അങ്ങ് വന്ന് മുട്ടിവിളിക്കുന്നു. വലിയ ഗാനഗന്ധർവന്മാർ നടത്തുന്ന സംഗീത കച്ചേരി നടത്തുന്ന സദസ്സുകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ചെറിയ ഒരു ബാലൻ്റെ ഈ കരോൾ ഗാനം ശ്രവിച്ചുകൊണ്ട് കയ്യിൽ ഒരു സമ്മാന പൂവുമായി അങ്ങ് ഈ കൂടാരവാതിക്കൽ വന്ന് മുട്ടുന്നു. ദൈവം ഇന്നും ഈ എളിയവരായ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകളിൽ, ഈ കൂടാരവാതിലുകളിൽ വന്ന് മുട്ടിവിളിക്കുന്നുണ്ട്. അവിടത്തേക്ക് ഒരിടം കൊടുക്കുവാൻ, അവിടത്തേക്ക് ഒരു ജന്മം കൊടുക്കുവാൻ, അവിടുത്തെ ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ അവതരിപ്പിക്കുവാൻ. യേശുവിൻ്റെ സത്യവും നീതിയും സ്നേഹവും കാരുണ്യവുമെല്ലാം ഇന്നത്തെ ഈ ലോകത്തിൽ അവതരിപ്പിക്കപ്പെടണം. അതിന് ഈ മൂന്നാമത്തെ കാര്യം, ഒരു പുൽത്തൊട്ടിയായി എൻ്റെ ജീവിതം തീരണം. ക്രിസ്തു വന്ന് പിറവിയെടുക്കുന്ന ഒരു പുൽത്തൊഴുത്തായി എൻ്റെ ഹൃദയം മാറണം. നാം ഈ ദിവസങ്ങളിൽ കാണുന്ന ഈ പ്രതീകങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. ഒന്നാമതായി, എനിക്ക് മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന ഒരു സാന്താക്ലോസായി തീരുവാനാകുമോ? രണ്ടാമതായി, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സാന്ത്വനത്തിൻ്റെ പ്രകാശം കൊടുക്കുന്ന ഒരു നക്ഷത്രമായി പരിണമിക്കാനാകുമോ? മൂന്നാമതായി, ഈ ഞാൻ ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് യേശുവിനെ അനുഭവിക്കുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു പുൽത്തൊഴുത്തായി പരിണമിക്കാനാകുമോ? അപ്രകാരം നാം തീരുമ്പോൾ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ വെറും ആചാരങ്ങൾക്കപ്പുറമായി ഹൃദയത്തിൽ ആഘോഷിക്കാവുന്ന ഒരു തിരുനാളായി തീരും. പുതുവർഷത്തിൻ്റെ ആഘോഷ പൊലിമയിൽ തീരുന്ന ഒരു ആരവമല്ലാതെ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന, ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു ക്രിസ്മസായി, തിരുപ്പിറവിയായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ ഓരോരുത്തരെയും ഹൃദയമാനസങ്ങളിൽ അങ്ങ് വന്ന് പിറവിയെടുക്കണമേ. മറ്റുള്ളവരെ സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുന്ന, അവർക്ക് ആശ്വാസത്തിൻ്റെ പൊൻകിരണങ്ങൾ പകരുന്ന ഒരു സാന്താക്ലോസായി എൻ്റെയും ജീവിതം മാറ്റുക. മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെ വെള്ളിവെളിച്ചം പകർന്നു കൊടുക്കുന്ന ഒരു നക്ഷത്രമായി എൻ്റെ ജീവിതം മാറ്റുക. മറ്റുള്ളവർക്ക് യേശുവിനെ സ്പർശിക്കുവാൻ സാധിക്കുന്ന ഒരു പുൽത്തൊഴുത്തായി എൻ്റെയും ജീവിതം മാറ്റുക. നമുക്ക് ഒരു നല്ല ക്രിസ്മസ് ആഘോഷിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.